അല്ല, ഞങ്ങൾക്കതിനെക്കുറിച്ച് യാതൊരു സൂചനകളുമില്ല, ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല. കിഫ്ബി റോഡിൽ ആ ടോള് എന്ന് പറയുന്നത് പ്രായോഗികമായ കാര്യമല്ല, ടോൾ ഏർപ്പെടുത്താത്ത. അല്ലെങ്കിൽ തന്നെ ഇഷ്ടംപോലെ ടോൾ ഇവിടെ ഉണ്ട്. ഇനി അനാവശ്യ ടോള് ഏർപ്പെടുത്തി റോഡ് പണിയുമ്പോൾ ടോൾ ഏർപ്പെടുത്തി റോഡ് പണിയൊന്ന് പ്രഖ്യാപിച്ചിട്ട് വേണം. ഇതങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. ആർക്കെതിരെ? അത് അവർ മുകേഷ് തീരുമാനിക്കട്ടെ, അവരുടെ പാർട്ടി തീരുമാനിക്കട്ടെ. രണ്ടാമത്തെ കുറ്റപത്രമാണ്. അദ്ദേഹം അതിനെതിരായിട്ട് എന്ത് നടപടി സ്വീകരിക്കണമെന്ന് അവരുടെ പാർട്ടി തീരുമാനിക്കട്ടെ, അദ്ദേഹം തീരുമാനിക്കട്ടെ അദ്ദേഹം രാജിവെക്കണോ വേണ്ടത്. അല്ല, റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് ചാനലിൽ കാണുന്ന റിപ്പോർട്ടല്ല, ഞാൻ വായിച്ച റിപ്പോർട്ടല്ല ചാനലിൽ കാണുന്നത്. അത് വേറെ റിപ്പോർട്ട്, വേറെ ആരെങ്കിലും തന്ന റിപ്പോർട്ടായിരിക്കും. ഞങ്ങളുടെ റിപ്പോർട്ട് പുറത്തു പോയിട്ടില്ല, ഞങ്ങളുടെ കയ്യിലുണ്ട്. അതൊന്നുമല്ല. അവിടെ പല കാരണങ്ങളുണ്ട് തോൽവിയിൽ. റിപ്പോർട്ട് ഞാൻ വായിച്ചതാണ്, എനിക്കത് വെളിപ്പെടുത്താൻ പറ്റില്ല. കാരണം പാർട്ടിയാണ് വെളിപ്പെടുത്തേണ്ടത്. സംഘടനാപരമായി KPCC ആണ്, KPCCക്കാണ് ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട് ലീഡർഷിപ്പിലുള്ള ഒരാളെന്ന നിലയിൽ. പക്ഷേ ഇന്നിപ്പോൾ ചാനലിൽ വന്നിരിക്കുന്ന പേരുകളും അതൊന്നും ആയിട്ട് പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും റിപ്പോർട്ടിലുള്ളതായിട്ട് എനിക്കറിയില്ല. ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അത് പരിശോധിക്കാം. തമാശയായിട്ട് അവർ സംസാരിച്ച കാര്യമാണ്, അല്ലാതെ അവിടെ പറഞ്ഞു. ഈ PMA സലാം പറഞ്ഞത് കേട്ടില്ല ഞാൻ. സാദിഖ് അലി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, കോൺഗ്രസ് അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹം തമാശയായിട്ട് പറഞ്ഞു. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അത്രയേ ഉള്ളൂ. അതിലൊന്നും ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്തൊന്നും. UDFൻ്റെ നെടുന്തൂണാണ് മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അവരെല്ലാ കാര്യത്തിലും ഞങ്ങൾ സപ്പോർട്ട് തരുന്നുണ്ട്. ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ഐക്യം കോൺഗ്രസും മുസ്ലിം ലീഗും UDFിലെ ഘടകകക്ഷികളും തമ്മിലുണ്ട്. ഒരു അപസ്വരം പോലും UDFിലില്ല, ഒരു അപസ്വരം പോലും. കഴിഞ്ഞ 3.5 കൊല്ലമായിട്ട് ഒരു അപസ്വരം പോലും UDFിൽ ഉണ്ടായിട്ടില്ല, ഒരു വാർത്ത പോലും വന്നിട്ടില്ല. 2019 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് 36 സ്ഥലത്ത് പല മുന്നണിയായിരുന്നു പഞ്ചായത്തുകളിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. കോൺഗ്രസും ലീഗ് 2 ചേരിയിൽ നിന്നുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ ഒരു സ്ഥലത്തും അങ്ങനത്തെ മുന്നണികളോ സംവിധാനങ്ങളോ ഒന്നുമില്ല. എല്ലാ സ്ഥലത്തും ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഇപ്പോൾ തന്നെ മലയോര സമരയാത്ര എല്ലാവരും ഒരുമിച്ചാണ്, ഒരു ടീമായിട്ടാണ് പോകുന്നത്. ഒരു തരത്തിലുള്ള അവസരങ്ങളും ഇല്ല. പിന്നെ PK കുഞ്ഞാലിക്കുട്ടി UDFൻ്റെ ലീഡർഷിപ്പിൽ തന്നെ നിൽക്കുന്ന ആളാണ്, പരിണതപ്രജ്ഞനായ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഞങ്ങൾ തേടാറുണ്ട്. രാഷ്ട്രീയത്തിൽ ഒരുപാട് കരുണാകരൻ, AK ആൻ്റണി, ഉമ്മൻചാണ്ടി തുടങ്ങിയ നേതാക്കളോടൊപ്പം ഒക്കെ മന്ത്രിസഭയിലൊക്കെ ഇരുന്ന് പരിചയസമ്പന്നനായ ഒരാളാണ്. അവർ UDF ചെയർമാനായിരിക്കുമ്പോൾ അവരുടെ മുന്നണിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ എനിക്ക് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ, അദ്ദേഹം ഉപനേതാവ് എന്നുള്ള നിലയിൽ പൂർണ്ണമായ സഹകരണം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും നൽകുന്നുണ്ട്. ഒരു പരാതിക്ക് പോലും ഇട നൽകാത്ത രീതിയിലുള്ള സഹകരണമുണ്ട്. ഞങ്ങളെ ഹാപ്പിയാണ്.